നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്യൻ ഫുട്ബോളിൽ മികച്ച പ്രകടനം നടത്തുന്ന ഒരു പിടി ബ്രസീലിയൻ മുന്നേറ്റ നിരക്കാരുണ്ട്. പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിന് ഇപ്പോൾ വേണ്ടത് മികച്ച ഗോളടിക്കാൻ കെൽപ്പുള്ള, ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയുമ്പോൾ ഗോളടിക്കുന്ന സ്ട്രൈക്കേഴ്സിനെയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബ്രസീൽ അത് മിസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ബ്രസീൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം, ആൻഡേഴ്സൺ ടാലിസ്ക ഒരു അവസരം അർഹിക്കുന്നില്ലേ? അദ്ദേഹം മികച്ച പ്രകടനമാണ് അൽ നസറിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലത്തെ കളിയിൽ ഹാട്രിക് നേടിയത് കൊണ്ട് പറയുന്നതല്ല. ഈ സീസണിലെ അദ്ദേഹത്തിന്റെ ഗോളടിയുടെ കണക്കൊന്നെടുത്ത് നോക്കിയ കാര്യം വ്യക്തമാകും. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എടുക്കാതിരിക്കുന്നത് ശരിയാണോ, അത് നീതിയുക്തമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ആരാധകർക്കിടയിലുണ്ട്. കഴിഞ്ഞ ഇന്റർനാഷണൽ കോളപ്പിന്റെ സമയത്ത് തന്നെ ഇത് ഉയർന്നു വന്നതാണ്. പക്ഷേ ഫെർണാണ്ടോ ഡെനീസ് അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഡൊറിവാൾ ജൂനിയർ മാർച്ച് 1 ബ്രസീലിന്റെ സ്ക്വാഡ്, ഈ മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. സൗദി അറേബ്യയിൽ കളിക്കുന്നത് കൊണ്ടാണോ താരത്തിന് അവസരം കൊടുക്കാത്തത്? സൗദി ലീഗിൽ നിന്ന് നേരത്തെ നെയ്മറയും മറ്റൊരു താരത്തെയും ഒക്കെ ഫെർണാണ്ടോ ഡെനീസ് സ്ക്വാഡിലേക്ക് എടുത്തത്. നെയ്മറയും ഇപ്പൊ എവിടെ കളിച്ചാലും അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ ബ്രസീൽ ടീമിൽ എടുക്കും. അതുപോലെയാവില്ല മറ്റുള്ളവർ എന്ന കാര്യം കൂടി ഓർക്കുക. അതുകൊണ്ട് തന്നെ ടാലിസ്കക്ക് അവസരം ഇനി ലഭിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. മറ്റൊരു കാര്യം, ടാലിസ്കക്ക് ഇതിനു മുമ്പ് 2 തവണ ബ്രസീൽ ടീമിലേക്ക് വിളി വന്നിട്ടുണ്ട്. അത് ഒന്ന് 2014 ദുങ്ക അദ്ദേഹത്തെ ബ്രസീലിയൻ ടീമിലേക്ക് ലൂക്കാസ് മൗറയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തുർക്കിക്കെതിരെയും ഓസ്ട്രിയക്കെതിരെയുമുള്ള ഫിക്സറിനായിട്ട് ടീമിലേക്ക് എടുത്തിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ടിറ്റെ 2018 മാർച്ചിൽ അദ്ദേഹത്തെ റഷ്യക്കെതിരെയും ജർമ്മനിക്കെതിരെയുമുള്ള ഫ്രണ്ട്ലി ഫിക്സേഴ്സിന് ടീമിലേക്ക് എടുത്തിരുന്നു. പക്ഷെ അന്നും അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 തവണ അദ്ദേഹത്തിന് കോളപ്പ് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രസീലിന്റെ അണ്ടർ 23 ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ബെൻഫിക്കയിലൊക്കെ മികച്ച പ്രകടനം യൂറോപ്പിൽ കാഴ്ചവെച്ചിട്ട് പിന്നെ അദ്ദേഹം ചൈനയിലേക്ക് പോവുകയായിരുന്നു. 2021 അൽ നസറിലെത്തിയത്. അവിടെ ഗോൾ അടിച്ച് തിമിർക്കുന്നുണ്ട്. ബ്രസീലിന് വേണ്ടത് ഗോളടിക്കാൻ കെൽപ്പുള്ള ഒരു സ്ട്രൈക്കറെയാണെങ്കിൽ തീർച്ചയായിട്ടും ആൻഡേഴ്സൺ ടാലിസ്ക ഒരു ഓപ്ഷനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ബ്രസീലിന് ഒരു പിടി സ്ട്രൈക്കർമാർ യൂറോപ്പിൽ മികച്ച് കളിക്കുന്നവരുണ്ട്. അല്ലാതെ ബ്രസീലിയൻ ലീഗിൽ നന്നായിട്ട് കളിക്കുന്നവരുമുണ്ട്. ലിസ്റ്റിലേക്ക് പോയ റിച്ചാർലിസൺ, ജാവോ പെഡ്രോ, എൻറിക്ക്, വിക്ടർ റോക്ക്, മാർക്കോസ് ലിയനാർഡോ, ഇഗോർ തിയാഗോ, ഇവാനിൽസൺ, പോലിഞ്ഞോ, മാത്യൂസ് കുഞ്ഞ, ഗബ്രിയേൽ ഹീസസ്, ഇങ്ങനെ ഒരുപാട് സ്ട്രൈക്കേഴ്സ് ഉണ്ട്. അവരിൽ ചിലരെ ആയിരിക്കാം ഒരു പക്ഷേ ടീമിലേക്ക് എടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാവുന്ന പോലെ വിനി ജൂനിയറും അതുപോലെ തന്നെ റോഡ്രിഗോയും ഒക്കെ മുന്നേറ്റ നിരയിൽ തിളങ്ങുന്നവരാണ്. അപ്പൊ എന്ത് തീരുമാനത്തിലേക്ക് ഡൊറിവാൾ ജൂനിയർ പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ബ്രസീലിന്റെ ആരാധകര് സ്വപ്നം കാണുന്ന ഒരു ട്രിയോയും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാനാവില്ല. നേരത്തെ റിവാൾഡോ, റൊണാൾഡിഞ്ഞോ ത്രയം പോലെ വിക്ടർ റോക്ക്, എൻറിക്ക്, എസ്റ്റവായോ വില്യൻ എന്നീ യുവതാരങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ മുന്നേറ്റങ്ങൾ ഒരുമിച്ച് നയിക്കുമോ എന്നൊരു സ്വപ്നവും ആരാധകർ കാണുന്നുണ്ട്. അതിനൊക്കെ ഇടക്ക് ടാലിസ്കക്ക് അവസരം ലഭിക്കുമോ? യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു അവസരം അർഹിക്കുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.